Oh,
മൈക്കരുമ്പിയം പെണ്ണേ കാത്തു നിൽക്കാതെവിടെ പോയടി കണ്ണൻ നറുവെണ്ണിലാവു പോലെ നീ വിരിഞ്ഞു നിൽക്കയല്ലേ. Do not disturb you when I'm talking. अपने भी पिंड में एक फुलझड़ी थी, वो दिलने वाली जुत्ती सूट परा दी। खेतों में जाके छेड़ा था जिसने, उसकी भी यादें तो दिल से है जाती। गजरा लगा के वो मैं क्या चीज कहती है, ये पिंग मेरे दिल में भी उठते ही रहते हैं। हीरे मेरी कोठे ते आ मंजी ते बैठा तैनू रज रज वे वे लौंग दा लश्कारा, ओ बेबी तेरा चांद से प्यारा, ओ बेबी ये चमका दिल साडा। दिख गया प्यार ये पटियाल दी। ो
ബംഗ്രാസ് നാട്ടിൽ നിന്ന് വന്നതാണ് ഞങ്ങൾ ബംഗ്രാസ് നാട്ടിലെ നാട്ടാരാണ് ബംഗ്രാസ് നാട്ടിൽ നിന്ന് വന്നതാണ് ഞങ്ങൾ ബംഗ്രാസ് നാട്ടിലെ നാട്ടാരാണ് അവിടെ ആനയുണ്ട് ആനയുണ്ട് ആനയില്ല 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 ആനയുണ്ട് അവിടെ ആനയുണ്ട് ആനയുണ്ട് ആനയില്ല 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 ആനയുണ്ട് ഞങ്ങൾക്ക് കണ്ണുണ്ട് കാണില്ല കാണേണ്ടതൊന്നും കാണില്ല കണ്ണിനകത്തെ കുഴപ്പമല്ല മനസ്സിനകത്തെ ഇരുട്ടാണ് കണ്ണിനകത്തെ കുഴപ്പമല്ല മനസ്സിനകത്തെ ഇരുട്ടാണ് ബംഗ്രാസ് നാട്ടിൽ നിന്ന് വന്നതാണ് ഞങ്ങൾ ബംഗ്രാസ് നാട്ടിലെ നാട്ടാരാണ് ആനയുണ്ട് ആനയുണ്ട് ആനയില്ല 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 ആനയുണ്ട് 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 ആനയില്ല 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 ആനയുണ്ട് നാട്ടാരെ കൂട്ടക്കാരെ എന്നാലേ ഞങ്ങളുടെ ബംഗ്രാസ് നാട്ടിൽ ആനയില്ല പക്ഷേ പണ്ടെങ്ങാണ്ടോ ഞങ്ങളുടെ കണ്ണുള്ള മൂപ്പന്മാർ പുറം നാട്ടിൽ എവിടെയോ വെച്ച് ആനയെ കണ്ടിട്ടുണ്ടത്രേ പണ്ടത്തെ മൂപ്പന് കണ്ണുണ്ട് ഇപ്പത്തെ മൂപ്പന്റെ കണ്ണല്ല കാണാൻ കഴിയുന്ന കണ്ണാണ് ആനയെ കണ്ടൊരു കണ്ണാണ് ആന എന്നുള്ളത് സത്യമാണ് ആനയെ നിത്യം സ്തുതിച്ചിടണം കണ്ണില്ല പൊട്ടന്മാർ മൂപ്പന്മാർ ആനയെ കണ്ടത് കെട്ടുകഥ പണ്ടൊരാനയെ കണ്ടത് കെട്ടുകഥ ആനയ്ക്കുരുക്കിൻ കരുത്താണ് ആനയോ സ്നേഹസ്വരൂപനാണ് ആനയ്ക്കുരുക്കിൻ കരുത്താണ് ആനയോ സ്നേഹസ്വരൂപനാണ് ഒരിക്കൽ കരുത്തുള്ളൊരാനയ്ക്ക് സ്നേഹത്തിൻ ബിംബൊന്നും ചേരില്ല ആനയിൽ ആനയിൽ ആനയില്ല ആന എന്നുള്ളത് കെട്ടുകഥ ആനയിൽ ആനയിൽ ആനയില്ല ആന എന്നുള്ളത് കെട്ടുകഥ ആനയ്ക്കൊരായിരം കാതുണ്ട് ആനയ്ക്കൊരായിരം കണ്ണുമുണ്ട് എല്ലാം അറിയുന്നത് ആനയാണ് ആനയെ വിശ്വത്തിൻ ശില്പിയാണ് എല്ലാം അറിയുന്നത് ആനയാണ് ആനയെ വിശ്വത്തിൻ ശില്പിയാണ് പണ്ടത്തെ കണ്ണില്ല മൂപ്പന്മാർ കെട്ടിച്ചമച്ചൊരു പൊട്ടക്കഥ ആനയിൽ ആനയിൽ ആനയില്ല ആനയിൽ ആനയിൽ ആനയില്ല ആനയിൽ ആനയിൽ ആനയില്ല ആനയിൽ ആനയിൽ ആനയില്ല ആന എന്നുള്ളത് സത്യമാണ് ആനയ സ്നേഹസ്വരൂപമാണ് ആനയുണ്ട് 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 ആന എന്നുള്ളത് സത്യമാണ് ആനയുണ്ട് 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 ആന എന്നുള്ളത് സത്യമാണ് ആനയിൽ ആനയിൽ ആനയില്ല ആന എന്നുള്ളത് കെട്ടുകഥ ആനയിൽ ആനയിൽ ആനയില്ല ആന എന്നുള്ളത് കെട്ടുകഥ ആനയിൽ ആനയിൽ ആനയില്ല ആനയുണ്ട് 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 ആനയിൽ ആനയിൽ ആനയില്ല ആനയുണ്ട് 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 ആനയിൽ ആനയിൽ ആന ഒന്ന് നിർത്തിൻ എന്നിട്ടിപ്പ എന്തായി ആനയുണ്ടെന്നോ ചിലർ ആനയില്ലെന്നോ ചിലർ ആനയുണ്ടെന്നും ഇല്ലെന്നുമായി മറ്റു ചിലർ അങ്ങനെ ഞങ്ങളുടെ ബംഗ്രാസ് നാട്ടിൽ ഇപ്പോൾ ആനികളെന്നും അനാനികളെന്നും രണ്ടു വിഭാഗങ്ങളായി ചേരി തിരിഞ്ഞ് കലാപം തന്നെ കലാപം രാഷ്ട്രീയക്കാരെന്ന പോലെ മുതലാളിയും തൊഴിലാളിയും എന്ന പോലെ ബസ് ജീവനക്കാരും വിദ്യാർത്ഥികളും എന്ന പോലെ നൂജനും പഴഞ്ചനും തമ്മിലെന്ന പോലെ വാൾപ്പയറ്റ് കുന്തമേറ് ഉറുമി വീശൽ കടാരി തോക്ക് ഓ ബോംബ് വരെ ആയി ഞാൻ പറഞ്ഞില്ലേ കലാപം തന്നെ കലാപം ഒന്ന് നിർത്തിൻ മൂപ്പ എന്തിനും ഒരു തീർപ്പ് വേണമല്ലോ ആന ഉണ്ടെന്നതോ പോട്ടെ ആന ഇല്ലെന്നതോ പോട്ടെ പ്രശ്നത്തിനൊരു പരിഹാരം വേണ്ടേ 4 പേരെ തിരഞ്ഞെടുത്ത് 4 ദിക്കിലേക്ക് അയക്കാം അവർ ആനയെ അറിഞ്ഞു വരട്ടെ എന്താ അത് കൊള്ളാം പെൺബുദ്ധി പിൻബുദ്ധിയാണെന്നല്ലോ പറച്ചിൽ ഇതിപ്പം മുൻബുദ്ധിയായോ എന്തേലും ആട്ടെ എന്താ കൂട്ടരെ അങ്ങനെ ഒരു തീർപ്പ് കൽപ്പിക്കട്ടെ അതെ നമുക്കെല്ലാം ഭക്ഷണത്തെക്കാൾ വലുത് വിശ്വാസമാണല്ലോ ഏതായാലും അതിനൊരു തീർപ്പായി ആരെ വേണം നമുക്ക് കിഴക്കയക്കാൻ സത്യനായ ഭിക്ഷാടദീക്ഷിതരെ നമുക്ക് കിഴക്കയക്കാം
പിക്കാരി പിക്കുവിനെ വടക്കയക്കാം. സത്യം മൊഴിയും പിക്കാരി, കളവേതും അറിയാത്ത പിക്കാരി, നമ്മുടെ വഴികാട്ടി പിക്കാരി, പോയി വരൂ പിക്കാരി. ചാക്കേറ്റി യാക്കോബിനെ പടിഞ്ഞാറ്റയക്കാം. പോകട്ടെ, സത്യം അറിയട്ടെ. സ്നേഹവും കരുണയും നമ്മുടെ മുത്താണ്. പോകട്ടെ നമ്മുടെ. സെയ്യില്ല മൗലവിയെ തെക്കയക്കാം. അയക്കണം സെയ്യില്ലേ. സത്യം അറിയാൻ ബംഗ്രാസ് നാട്ടിന് ശാന്തി വേണം, സത്യമറിഞ്ഞിട്ട് ശാന്തി വേണം. ശാന്തി പുലരുവാനൊന്നിക്കണം, സത്യത്തിൻ പിന്നിലണിനിരക്കാം. ബംഗ്രാസ് നാട്ടിന് ശാന്തി വേണം, സത്യമറിഞ്ഞിട്ട് ശാന്തി വേണം. അരുണിമയാകെ പടർന്നു കേറി പൊൻപുലരുളിയിൽ ഭൂമിയുണർന്നു. കളകളമൊഴുകുന്ന കാട്ടാറിൻ ഗീതവും തുയിലുണർത്താനെത്തും കുയിലിൻ്റെ നാദവും ഇളം തെന്നലാടുന്ന ഇലയുടെ മർമര സ്വരധാരയും ശാന്തം മനോഹരം ഈ നാട്. സഹോദരരെ, ഞാൻ ആനയെ കണ്ടതുപോലെ അനുഭവിച്ചറിഞ്ഞിരിക്കുന്നു. ആനയെ ഞാൻ തൊട്ടു നോക്കി. അതാ ഭിക്ഷാന്ന ദീക്ഷിതരെത്തി. സത്യത്തിന് ഉദയമായി. ആരവം കേൾക്കുന്നില്ലേ കൂട്ടരെ? സ്വീകരിക്കാം, വഴിയൊരുക്കാം. ഭിക്ഷാനദീക്ഷിതർ വന്നു തിത്തൈതോ, സത്യാന്വേഷി വന്നു ചേർന്നു തിത്തിത്താരാതൈ. സത്യാന്വേഷി വന്നു ചേർന്നു സൂര്യോദയമായി. ആനയെ അറിഞ്ഞു വന്നു സത്യദീക്ഷിതർ. ഓ തിത്തിത്താരാതിത്തിത്തൈതോ, തിത്തിത്താരാതിത്തിത്തൈതോ. എന്റെ സുഹൃത്തുക്കളെ, ആന നീണ്ടു തടിച്ചുലയുന്ന ഉലക്ക പോലെ വൻ കയ്യും ഗുഹ പോലെ ഒരു വായുവാകുന്നു. ആന ഇതല്ലാതെ മറ്റൊന്നുമല്ല തന്നെ. കിട്ടുന്നതെല്ലാം വെട്ടി വീഴുന്ന അവൻ മഹാബലവാനാണ്. ഭോജനപ്രിയനായ അവനെ ഞാൻ ആരാധിക്കുന്നു. അതുകൊണ്ട് നിങ്ങളെല്ലാം അവനെ തൊട്ടറിഞ്ഞ് എന്നെ ആരാധിക്കുകയും അപ്പൊ നിങ്ങൾക്കും പുണ്യം കിട്ടും. ഞാൻ നിങ്ങളെക്കാളെല്ലാം ജ്ഞാനിയാണെന്ന് ആനയെ തൊട്ടതോടെ തെളിഞ്ഞു കഴിയുന്നു. നിങ്ങളെല്ലാം എന്നെ ആരാധിക്കുകയും. ആനയെ ചൊല്ലി വാദിച്ചു നിന്നവൻ ആനയെ തൊട്ടു ജ്ഞാനിയായി തീർന്നിടൂ. ആനയെന്നതുലയുന്നൊലക്കയും ഗുഹ പോലുള്ള വായുമെന്നാകുന്നു. ആനയെ തൊട്ട ഭിക്ഷാന ദീക്ഷിതർ പുണ്യവാനായി നിനച്ചാരാധിക്കുവിൻ. ആനജ്ഞാനിയാം ഭിക്ഷാന ദീക്ഷിതർ വിശ്വശില്പിയെ തൊട്ടൊരു ദിവ്യനായി. ഓം മാനായ നമഃ, ആനക്കയ്യായ നമഃ. സഹോദരരെ, ഞാൻ ആനയെ അന്വേഷിച്ച് കണ്ടെത്തിയിരിക്കുന്നു. ഞാൻ ആനയെ തപ്പി നോക്കി. കൂട്ടരെ, പിക്കാരി പിക്കു എത്തി. നമ്മുടെ നേതാവ് എത്തി.
വരൂ നമുക്ക് കാതോർക്കാം. പിക്കാരി പിക്കു തിരിച്ചെത്തി, വടക്കും നിന്നും തിരിച്ചെത്തി, ആനയെ എല്ലാം അറിഞ്ഞു വന്നു. പിക്കാരി പിക്കു തിരിച്ചെത്തി, സത്യസന്ധനാം പിക്കാരി ആനയെ തപ്പിയറിഞ്ഞു വന്നു. ആന ചുമര് പോലെ അനന്തവിശാലമായ ഒന്നാണെന്ന് എനിക്ക് ബോധ്യമായി. അതിനെപ്പറ്റി യാതൊന്നും പറയാൻ വയ്യ. അതൊന്നുപോലെയുമല്ല. അതിനെക്കുറിച്ച് അധികം അറിയാൻ ശ്രമിച്ചപ്പോൾ ഭൂകമ്പം പോലെ ഒരു ഇളക്കമുണ്ടായി. ഞാൻ ഭയപ്പെട്ടോടി. അതിനാൽ എൻ്റെ സഹോദരരെ, ആനയെക്കുറിച്ച് കൂടുതൽ ആലോചിക്കാതിരിക്കുന്നതാണ് നല്ലത്. നമുക്ക് സംഘം ചേർന്ന് ആനയെക്കുറിച്ച് ഒന്നും ചിന്തിക്കാതെ തന്നെ അതിനെ ആരാധിക്കാം. ഞാൻ പറയുന്നത് വിശ്വസിക്കാത്തവർ നഷ്ടചേതസന്മാരാണ്. ഐകമത്യം മഹാബലം. താൻ നിരന്തരം ചെയ്യുന്ന കാര്യങ്ങൾ താൻ അനുഭവിച്ചിടുക. പിക്കാരി പിക്കുവിൻ സംഘമാകൂ, ആനയനന്ദമാം ഭിത്തിയല്ലോ. ആനയനന്ദമെന്നോദിത്തന്ന പിക്കാരി പിക്കുവെ വാഴ്ത്തുക നാം. പിക്കാരി പിക്കുവെ വാഴ്ത്തുക നാം. പൊന്നു സഹോദരങ്ങളെ, ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം, വിശ്വസിക്കണം. എന്റെ സത്യവാക്യം നിങ്ങൾ കേൾക്കുവേ. ആനയുണ്ട്. അതാ ചാക്കേറ്റി യാക്കോബ് വരുന്നു. സ്വാഗതം ചെയ്യാം. നമുക്ക് സത്യവചനം കേൾക്കാം. ചാക്കേറ്റി യാക്കോബ് ആഗതനായി, പടിഞ്ഞാറു നിന്നും ആനയറിഞ്ഞു. ജ്ഞാനിയായി ചാക്കേറ്റി യാക്കോബ് ആഗതനായി. ആനയെ ഞാൻ കൈകൾ കൊണ്ട് തൊട്ടു നോക്കി. അത് വമ്പിച്ച തൂണുപോലുള്ള ഒരു വസ്തുവാകുന്നു. അതിനെ പൊത്തിപ്പിടിച്ചുകൊണ്ട് ഞാൻ അനേക ദിവസം കഴിഞ്ഞുകൂടി. അത് പരമദയാലുവാകുന്നു. അതിന്റെ ആകൃതിയെയും പ്രകൃതിയെയും കുറിച്ച് മറ്റാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കരുത്. സത്യത്തിൽ വിശ്വസിക്കാത്തവൻ നരകത്തിലല്ലോ ചെന്ന് വീഴുന്നത്. അതുകൊണ്ട് ആനയിൽ നിങ്ങൾ വിശ്വസിക്കുവിൻ. നീളവും വണ്ണവും ബലവും എന്നെന്നും അവൻ്റെതാകുന്നുവല്ലോ. വിശ്വസിപ്പിൻ, ആനയോ തൂണുപോലാണല്ലോ. സത്യവാക്യം ത്യജിച്ചിടലേ, ചാക്കേറ്റി യാക്കോബിൽ വിശ്വസിപ്പിൻ. പൊന്നാര ചങ്ങായിമാരെ, നമ്മൾ ആനേനെ തട്ട് നോക്കി അതിനെ മുഴുവനായും അറിഞ്ഞു വരാണ് മക്കളെ. അതാ നമ്മളെ ചെയ്യില്ല മൗലവി ബരിൻ കൂട്ടരെ. ഇനി ചെയ്യില്ല പറയട്ടെ. ചെയ്യില്ല മൗലവി വന്നല്ലോ, തെക്ക് നിന്നും വന്നല്ലോ. ആനയെ തൊട്ടൊരു കൈയല്ലേ, സത്യമൊഴിയുന്ന നാക്കല്ലേ. ചെയ്യില്ല മൗലവി വന്നല്ലോ, തെക്ക് നിന്നും വന്നല്ലോ. ആനയെ തൊട്ടൊരു കൈയല്ലേ, സത്യമൊഴിയുന്ന നാക്കല്ലേ. ആന ബാലുപോലെ ഒരു കയറ് മാത്രമാണ് ചങ്ങായിമാരെ. ഞമ്മളതിനങ്ങനെ തൊട്ട് നോക്കി. അതൊരു വലിയ ഘടികാരത്തിന്റെ ദണ്ട് പോലെ അങ്ങനെ ആടിക്കളിക്കല്ലേ. അതൊരു നീണ്ട സാധനമാണ് മക്കളെ. ആന ഒരു കയറ് മാത്രമാണ്. നമ്മൾ പറഞ്ഞൊക്കെ തിരിഞ്ഞോ? ആന ഒരു കയറ് മാത്രമാണ്. അതല്ലെന്ന് ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞാ അത് നിങ്ങൾ വിശ്വസിക്കരുത്. മൗലവി ചൊല്ലിത്തന്നു, ആനയോ രണ്ടുകൊള്ളാലല്ലോ. പാലല്ലാതൊന്നും ആനയല്ല, ചെയ്യില്ല മൗലവിയെ കാത്തിടണം. ആന വെറും വായ മാത്രമാണ്. ഈ ലോകത്തെ ഉണർത്തുന്ന കാഹളം ഉണർത്തുന്ന കൈയാണ്. അങ്ങനെ അല്ലെന്ന് പറയുന്നവർ
ആന തൂണാണ് എന്റെ സുഹൃത്തുക്കളെ, വിശ്വമാകെ താങ്ങി നിർത്തുന്ന തൂണ്. ആന തൂണല്ലെന്ന് പറയുന്നവരെ അടിച്ചോടിക്കണം. ആന ഒരു ബാല് മാത്രമാണ് എന്റെ ചങ്ങായിമാരെ. ഈ ദുനിയാവാകെ മണ്ണമുള്ള ഘടികാരത്തിന്റെ പോലെ അതാടി കളിക്കുകയാണ്. ആന കയറല്ലെന്ന് പറയുന്നതിന്റെ മോത്ത് കാർക്കിച്ച് തുപ്പിയാലും ഒരു തെറ്റൂലിന്റെ ചങ്ങായിമാരെ. കണ്ടുപോലെ അടിച്ചോടിക്കണം. ആനയോ? ആനയ്ക്ക് കയ്യും വായും ഉണ്ടായിരുന്നു. ആന തൂണുപോലെയും കയറുപോലെയുമായിരുന്നു. അവരൊക്കെ പറഞ്ഞതും നേരായിരുന്നു. ആരും കളവ് പറഞ്ഞില്ല. എന്നാൽ സത്യം പറയാൻ സാധിക്കുന്നതിലും അധികമായിരുന്നു. അറ്റുവീണ കൈകാലുകളും അറുത്തെടുത്ത തലകളും ആരുടേതാണ്? എൻ്റെ അമ്മയുടേതാണ്. എൻ്റെ അമ്മയുടേതാണ്. സഹോദരിയുടേതാണ്. സഹോദരൻ്റേതാണ്. ചേരി തിരിഞ്ഞ് അന്യോന്യമടിച്ച് മരിച്ചു വീഴുന്നു. എന്തിനു വേണ്ടി? കാലം ചെല്ലുമ്പോൾ ഭ്രാന്തൊടുങ്ങിക്കൊള്ളും. പക്ഷേ അന്ന് അമ്മേ എന്ന് വിളിച്ചാൽ വിളി കേൾക്കാൻ അമ്മയുണ്ടാവില്ല. സഹോദരനെ, സഹോദരിയെ തിരയുമ്പോൾ ആരുമുണ്ടാവില്ല. ഞങ്ങൾ കണ്ടും കേട്ടും അനുഭവിച്ചും മടുത്ത ബംഗ്രാസ് നാട്ടിലെ നാടോടിപ്പാട്ടുകാർ കഥകളുടെ ഭാണ്ഡക്കെട്ടും മുറുക്കി യാത്ര തിരിക്കുകയാണ് ഇനി മറ്റൊരു ദേശത്തേക്ക്. ബംഗ്രാസ് നാട്ടിന്ന് വന്നതാണ് ഞങ്ങൾ, ബംഗ്രാസ് നാട്ടിലെ നാട്ടാരാണ്. ബംഗ്രാസ് നാട്ടിന്ന് വന്നതാണ് ഞങ്ങൾ, ബംഗ്രാസ് നാട്ടിലെ നാട്ടാരാണ്. അവിടെ ആനയുണ്ട് ആനയുണ്ട് ആനയില്ല, ആനയില്ല ആനയില്ല ആനയുണ്ട്. അവിടെ ആനയുണ്ട് ആനയുണ്ട് ആനയില്ല, ആനയില്ല ആനയില്ല ആനയുണ്ട്. ആനയില്ല ആനയുണ്ട്. വർഗീയതയെ നിശിതമായി വിമർശിക്കുന്ന സഞ്ജയൻ പുരിയെ അവലംബമാക്കി ഒരു നാടകാവിഷ്കാരം. രചന വിനയൻ കിളിയാടി, സംവിധാനം ജയരാജ് കോഴിക്കോട്, സാങ്കേതിക സഹായം സന്തോഷ് നിസ്സാർത്ത, റെട്രോ ഫോർ റെക്കോർഡിംഗ് സ്റ്റുഡിയോ. പ്രിയമുള്ളവരെ, കട്ടനട്ടല്ലേ, വർഷങ്ങൾക്ക് മുമ്പ് ഹൈവേയിലെ സുഹൃത്തുക്കൾ, ഞാനടക്കമുള്ള സുഹൃത്തുക്കൾ ടാഗോർ സെൻട്രൽ ഹാളിൽ അവതരിപ്പിച്ച ആനപുരാണം വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഈ 50-ാം വാർഷിക ദിനത്തിൽ ടൗൺ ഹാളിൽ വെച്ച് ഒരിക്കൽ കൂടി ഇവിടെ അവതരിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ഒരുപാട് സന്തോഷം. ഈ നാടകം ഇവിടെ അവതരിപ്പിക്കപ്പെടുമ്പോൾ ഞാൻ കാഴ്ചക്കാരനായിട്ട് നോക്കി നിൽക്കുമ്പോൾ സ്റ്റേജിൻ്റെ സൈഡിൽ നിന്ന് ദേവേട്ടൻ വേണ്ട രീതിയിലുള്ള കെയർ എല്ലാവർക്കും കൊടുക്കുന്നതായിട്ട് എവിടെയോ ശരിക്കും ദേവേട്ടനെ മിസ് ചെയ്തു. ജയരാജേട്ടൻ ഒന്ന് സ്റ്റേജിലോട്ട് വരണം. ജയരാജേട്ടൻ അന്നും ഇന്നും ഞങ്ങളുടെ കൂടെയാണ്. ആനപുരാണത്തിൻ്റെ സംവിധായകനായിട്ട് ഇപ്പോഴും ജയരാജേട്ടൻ ഒരുപാട് തിരക്കിലാണ്. ഇപ്പോൾ സിനിമ സംവിധാനവും അഭിനയമൊക്കെ ആയിട്ട് നടക്കുന്നതിനിടയിൽ ഇടയ്ക്കിടയ്ക്ക് വന്ന് റിഹേഴ്സൽ കൊടുത്തിട്ടാണ്. അഭിനയിക്കുന്ന എല്ലാവരും ജോലിക്കാരും ബിസിനസ്സുകാരുമാണ്. അവർക്കും ഒരുപാട് സമയപരിധി ഉണ്ടായിരുന്നു. എന്നിട്ടും ഈ സമയപരിധിയിൽ നിന്ന് അവർ ഈ നാടകം വീണ്ടും ചെയ്യാൻ മനസ്സ് കാണിച്ചത് വലിയൊരു കാര്യമാണ്. ബംഗ്രാസ് നാട്ടിലെ നാട്ടുകാർ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് കണ്ണുണ്ട്, കാണില്ല, കാണേണ്ടതൊന്നും കാണില്ല. കണ്ണിനകത്ത് കുഴപ്പമല്ല, മനസ്സിനകത്തെ ഇരുട്ടാണ്. ആ ഇരുട്ട് നമ്മളെല്ലാവരും ഇതിൽ കുറച്ച് ദിവസങ്ങളായിട്ട് ഇതിൻ്റെ പിന്നിലാണ്. ഈ നിൽക്കുന്ന എല്ലാവരും ഈ ഹൈവേയുടെ 50-ാം വാർഷികം ഊർജ്ജസ്വലമാക്കാൻ വേണ്ടിയിട്ട് അഹോരാത്രം പ്രയത്നിച്ച ആളുകളാണ്. ഞാനിപ്പം കോഴിക്കോടില്ല,
എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്തിട്ടുണ്ട് കുറേ ദിവസങ്ങൾ. ഞാൻ എറണാകുളത്തായിരുന്നു. ഇന്നൊരു ദിവസം ഈ പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് ഞാൻ വന്നതാണ്. പക്ഷേ ഇവരെല്ലാവരും, സജിത്ത് അടക്കം, ഫ്രാൻസിസിൻ്റെ വൈഫും എല്ലാവരും കുറേ ദിവസങ്ങളായിട്ട് ഇതിൻ്റെ പുറകിലാണ്. അതിനിടയിലാണ് അവർ ഡാൻസിൻ്റെ റിഹേഴ്സലും നാടക റിഹേഴ്സലും ഒക്കെ ആയിട്ട് മുന്നേറുന്നത്. ഇനിയൊരു ഗാനമേള കൂടെ വരാനുണ്ട്. അപ്പോൾ ഇതിൽ പങ്കെടുത്ത കലാകാരന്മാരെ മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി ഞാനൊന്ന് പരിചയപ്പെടുത്തുകയാണ്. ആദ്യം ഞങ്ങളുടെ മൂപ്പനോടെ രാധാകൃഷ്ണൻ അന്നും ഇന്നും രാധാകൃഷ്ണൻ ഈ നാടകത്തിലുണ്ട്. അതിനുശേഷം BSNLൻ്റെ ഒരുപാട് നാടക മത്സരങ്ങളിൽ വളരെ പ്രശസ്തമായ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച് ബെസ്റ്റ് ആക്ടർ അവാർഡൊക്കെ മേടിച്ച ഒരാളാണ് രാധാകൃഷ്ണനാണ് മൂപ്പനായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. ഇനി ഓരോരുത്തരുടെ അടുത്ത് ഞാൻ അവരുടെ അടുത്ത് ചെല്ലും. അവരുടെ പേര് പറയും. നിങ്ങൾ അവരൊന്ന് അറിയണം. റീമ, പ്രമോദ്, റൂബി, സുരേഷ്, സന്തോഷ്, ഫ്രാൻസിസ്, രൂപശ്രീ, വിദ്യ. പിന്നെ ദുബായിൽ നിന്ന് ഈ നാടകം കളിക്കാനായിട്ട് വന്നതാണ് കേട്ടോ. നാളെ മറ്റന്നാൾ ഫ്ലൈറ്റ് കയറി തിരിച്ചു പോവുകയാണ്. അതാണ് ഐവയോടുള്ള ആത്മാർത്ഥത. രൂപശ്രീ, രാധിക, മദൻ, സജിത് കുമാർ, വിനയൻ, ഷീജ, സിജുമോൾ, ജെയ്സി. ഇത്രയും ആളുകളാണ് ഇതിനകത്ത് നല്ലൊരു കൈയ്യടി കൊടുക്കാട്ടോ. നമ്മൾ ഐവയെ അറിയുന്ന കുടുംബക്കാർ മാത്രമേ ഇവിടെയുള്ളൂ, മറ്റാരുമില്ല. അപ്പം ഒരുപാട് പരിമിതികൾ, ഇപ്പോൾ ജയരാജേട്ടൻ പറഞ്ഞ പോലെ സ്റ്റേജിൻ്റെ പരിമിതിയും ലൈറ്റിൻ്റെ പരിമിതിയൊക്കെ ഉണ്ട്. ആ പരിമിതിയിൽ നിന്നുകൊണ്ട് അവർ ഇത്രയും ചെയ്തത് വലിയൊരു കാര്യമാണ്. ഇപ്പോൾ ഈ നാടകത്തെക്കുറിച്ച് ഇത്രയും പറഞ്ഞുകൊണ്ട് ഇനി നമ്മൾ ഐവയുടെ ഗാനമേളയിലേക്ക് പോവുകയാണ്. ഇനി മനോഹരമായ ഗാനങ്ങൾ ആസ്വദിക്കാം.